കേരളം കണ്ട ഏറ്റവും വാശിയേറിയ നിയമസഭാ പോരാട്ടത്തില് പിണറായി വിജയന്റെ ഭരണത്തുടർച്ചാ മോഹങ്ങളെ കടപുഴക്കി യുഡിഎഫ് ചരിത്രവിജയം കൈവരിച്ചിരിക്കുകയാണ്. 10 വർഷം നീണ്ട ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് യുഡിഎഫ് 100-ലധികം സീറ്റുകളില് ലീഡ് ചെയ്യുകയാണ്. വിജയമുറപ്പിച്ചതോടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണം ഇതിനോടകം രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തുകഴിഞ്ഞു. മാറ്റാൻ ആളുണ്ടോ എന്ന് ചോദിച്ചില്ലേ? മറ്റാരുണ്ടെന്ന് ചോദിച്ചില്ലേ? ഞങ്ങളുണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ? ഡാറ്റ മൈനസ്. പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കും വി.ഡി. സതീശന് നൽകിയ ഈ മറുപടി യുഡിഎഫ് അണികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. കേരളം ജയിച്ചുവെന്നും ഇനി യുഡിഎഫ് നയിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഐക്യത്തോടെ പോരാടിയ ടീം യുഡിഎഫിന്റെ വിജയമാണിതെന്ന് അദ്ദേഹം അടിവരയിട്ടു. 10 വർഷത്തെ ദുരിതഭരണത്തിൽനിന്ന് കേരളം മോചിതമാകുന്നത് ഒരു ചരിത്രപരമായ അനിവാര്യതയാണെന്ന് യുഡിഎഫ് പ്രചാരണ സമിതി അധ്യക്ഷന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു. എന്നാല് ജനങ്ങള് ഞങ്ങളെ വിശ്വസിച്ചു. നല്ല കമ്മ്യൂണിസ്റ്റുകാര് പോലും ഇത്തവണ യുഡിഎഫിന് വോട്ട് ചെയ്തു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രകടന പത്രികയില് വാഗ്ദാനം ചെയ്ത 5 ഗ്യാരണ്ടികള് അധികാരമേറ്റാലുടനെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഉച്ചയ്ക്ക് 3 മണിവരെയുള്ള കണക്കുകള് പ്രകാരം എൽഡിഎഫ് വെറും 34 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതേസമയം ബിജെപി നേമത്തും ചാത്തന്നൂരിലും അക്കൗണ്ട് തുറന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പില് കണ്ട ഭരണവിരുദ്ധ തരംഗം നിയമസഭയിലും ആഞ്ഞടിച്ചതാണ് ഇടത് കോട്ടകളെ നിലംപരിശാക്കിയത്. വോട്ട് ബാങ്കുകളിലെ വലിയ തോതിലുള്ള ചോർച്ച സിപിഎമ്മിനെ വരും ദിവസങ്ങളില് പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്.